അങ്ങനെ മക്കളൊക്കെ പിക്ക് ചെയ്ത് വന്നപ്പോഴേക്കും രാത്രി 12 മണിയായി. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ പോയി, പക്ഷേ അവിടുന്ന് ഫുഡൊന്നും കിട്ടിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ റൂമിൽ വന്ന് സ്വിഗ്ഗിയിൽ തന്നെ ഓർഡർ ചെയ്തു. നല്ല മഴയും ഉണ്ടായിരുന്നു. മഴയത്തൊക്കെ ആകെ പെട്ടുപോയി. പിന്നെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മക്കൾ ആ രാത്രി തീരെ ഉറങ്ങാതെയാണ് പിറ്റേന്ന് രാവിലത്തേക്ക് എങ്ങനെയൊക്കെയോ ഷടപടയെന്ന് പറഞ്ഞ് മേക്കപ്പൊക്കെ ഫിനിഷ് ചെയ്തത്. നേരെ ഞങ്ങൾ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി. പിള്ളേർക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും അതോടൊപ്പം നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല കാറ്റും മഴയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്ത് രാത്രി ഉറക്കമില്ലാതെ തിരിച്ചു വന്നതുകൊണ്ട് റൂമിൽ വന്ന് ഉറങ്ങിക്കോ മക്കളെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇവർ ഓൾറെഡി 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതോടൊപ്പം കയറിയിട്ടുള്ള ട്രെയിനിലുള്ള ആരെയും ഇവർ ഉറങ്ങാൻ വിട്ടിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. കണ്ടു കണ്ടു കണ്ടില്ല. പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇറങ്ങാൻ 1 മണിക്കൂർ മുന്നെയാണ് പിള്ളേരെല്ലാവരും ഉറങ്ങിയത്. സാൻവി ഈ ഉറങ്ങുന്നത് ആരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവൾ നന്നായിട്ട് മടിയിൽ തലയൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ട്രെയിനിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ബഹളമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ തീരെ ഉറങ്ങാനും പറ്റിയിട്ടില്ല. കാരണം മക്കളുണ്ടാകുമ്പോൾ എപ്പോഴും ഉറക്കം വരില്ല. അതാണൊരു ഫാക്റ്റ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ.